ഇപ്പോൾ മറ്റൊരു പ്രതികരണത്തിലേക്ക് കൂടി പോകുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് ടെലിഫോണിൽ ചേരുന്നു. ദീപ്തി, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. താങ്കൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഈ KSU മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമ്പോഴൊന്നും നടന്നില്ല. ഇപ്പോഴിതാ ഇരുപക്ഷവും ഒരുമിച്ച് ഒരേ വേദിയിലെത്തുമ്പോഴും മുഖ്യമന്ത്രി അലോഷ്യ സേവ്യറിന് മുഖം കൊടുക്കാതെ, ഒന്ന് കൈ കൊടുക്കാതെ അങ്ങ് കടന്നുപോകുന്നു. കണ്ടിരുന്നു ആ ദൃശ്യം? ഞാൻ ആ ദൃശ്യം കണ്ടില്ല. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കാണാത്തോണ്ട് എനിക്കറിയില്ല. പക്ഷെ അലോഷ്യസിനെ കാണാതിരിക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു ഡിലേ വന്നിട്ടുണ്ടാവും. സമയം ചോദിച്ചു, സമയം കൊടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം KSU പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ KSUവിന്റെ ഒരു ഗ്രീവൻസോ ഒരിക്കലും കോൺഗ്രസിന്റെ നേതാക്കളോ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ഇരിക്കുന്ന സാഹചര്യത്തിലോ ഒന്നും അവരുടെ ഗ്രീവൻസ് കേൾക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ KSUവിന് പറയാനുള്ളത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും കേൾക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ദീപ്തി, താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഡിലേ അത് വരുത്തേണ്ട ഒരു വിഷയമാണോ ഇത്? നോക്കൂ, ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിന് മാത്രമുള്ള എതിർപ്പല്ലല്ലോ അത്. രണ്ടു പേരുടെ നിയമനമാണ് വിവാദത്തിലായിരിക്കുന്നത്. അതിൽ ഒരാൾ ഒരു RSSകാരനായിരുന്നെന്നും ഒരാൾ പഠിക്കുമ്പോൾ SFIക്കാരനായിരുന്നു എന്നുള്ള ഒരു വിവാദം, അത് ഒരു KSU ഇവിടെ നേതാക്കൾ തന്നെ ഉയർത്തുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി അവരെ പരിഹസിക്കുന്നതാണ് നമ്മൾ കണ്ടത്. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം ഇപ്പൊ ഈ നടക്കുന്ന വിവാദത്തിൽ? അല്ല, മുഖ്യമന്ത്രി പരിഹസിച്ചതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. അത് അവര് ലോ കോളേജിന്റെ യൂണിറ്റ് അല്ല അത് പറയേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് ലോ കോളേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് കമ്മിറ്റിയാണ് KSUവിന്റെ. പക്ഷെ അത് വേറെ, അലോഷ്യ സേവ്യർ വേറെ. അലോഷ്യ സേവ്യർ KSUവിന്റെ പ്രസിഡന്റ് ആണല്ലോ. KSU പ്രസിഡന്റിനെ ഞാൻ കേൾക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. യൂണിറ്റ് കമ്മിറ്റിയുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയേണ്ടത് KSUവിന്റെ മുകൾ തട്ടിലേക്കാണ്, മുകൾ ഘടകങ്ങളിലേക്കാണ്. ആ മുകൾ ഘടകങ്ങളാണ് പിന്നീട് മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ KPC പ്രസിഡന്റിനോടോ ഒക്കെ അഭിപ്രായം പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അലോഷ്യ സേവ്യറിന് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ ഉള്ള തീർച്ചയായിട്ടും പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അത് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അത് അദ്ദേഹം സൗകര്യപ്രദമായ ഒരു സമയം കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഈ ഒരു വിവാദത്തെ കുറിച്ച് പുറത്തുനിന്ന് തന്നെ വിമർശനങ്ങൾ, ഇപ്പോ DYFIയിൽ നിന്നായാലും SFIയിൽ നിന്നായാലും CPIയിൽ നിന്നായാലും ഒക്കെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയരുന്നു. അത്തരം ഒരു വിഷയമാക്കി ഇതിനെ മാറ്റാതെ ആ ഒരു കൂടിക്കാഴ്ച അതിവേഗത്തിൽ നടക്കേണ്ടതല്ലേ ദീപ്തി മേരി വർഗീസ്? അല്ല, ഈ SFI DYFI ഒക്കെ പരിഹസിക്കുന്നതിന്റെ കാരണം നമുക്കറിയാലോ. ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന, വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു അവസരത്തിന് തക്കം പാർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോ കാണാൻ ഒരു ഡിലേ വന്നു എന്നുള്ളതിന്റെ പേരിൽ അവർ പ്രതികരിക്കുന്നതാണ്. അതിനെയൊന്നും നമുക്കിപ്പോ തൽക്കാലം മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. KSU പ്രസിഡന്റിനെ കാണേണ്ടതാണ് എന്ന് തന്നെയാണ് KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വലുതായി മറ്റുള്ള തലങ്ങളിലൊക്കെ എത്തി നിൽക്കുന്ന എല്ലാ കോൺഗ്രസിന്റെ നേതാക്കളും കരുതുന്നതും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുഖ്യമന്ത്രി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ദിവസമെങ്കിലും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചു വന്ന ഒരു കോൺഗ്രസ്സുകാരനും KSUവിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, താങ്കൾ അവസാനം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്ക് യു ദീപ്തി മേരി വർഗീസ് ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. അപ്പോൾ വലിയൊരു അവഗണന ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. ദീപ്തി മേരി വർഗീസ് പറഞ്ഞതുപോലെ കാണേണ്ടതാണ്, അങ്ങനെ കണ്ട് എന്താണോ KSUവിന് പറയാനുള്ളത് അത് കേൾക്കേണ്ടതാണ് മുഖ്യമന്ത്രി. അത് തന്നെയാണ് കോൺഗ്രസിനകത്ത് പലരുടെയും നിലപാട്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇത് വൈകുന്നു, എന്തുകൊണ്ട് മുഖം തിരിക്കുന്നു? ഈ വിഷയത്തിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയിലേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അതിപ്പോഴും നടക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, തട്ടകത്തിലാണ് ഇങ്ങനെ ഒരു അവഗണന ഉണ്ടായിരിക്കുന്നത്. ഇതിലിപ്പോൾ എറണാകുളത്തെ നേതാക്കൾ ജിൻഡോ ജോൺ അടക്കം, ദീപ്തി മേരി വർഗീസ് അടക്കം നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്.